അപ്പം ഞാൻ ഇന്ന് എന്ത് ചെയ്യുന്ന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചു, പെട്ടെന്ന് നോക്കിയപ്പോൾ എൻ്റെ കുറച്ച് കമ്മലുകൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ കമ്മൽ കളക്ഷൻസ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന്. ഞാൻ വിചാരിച്ചു ഒരുപാട് കമ്മൽസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കാരണം കമ്മലുകൾ പണ്ട് തൊട്ട് എനിക്കൊരു വീക്ക്നെസ്സാണ് എന്ന് പറയാം. വീക്ക്നെസ് അതല്ല, പണ്ട് ഈ നമുക്ക് അറിയാമായിരിക്കും ഈ പെൺപിള്ളേരുള്ള അമ്മമാരുടെ അവസ്ഥ. അമ്മമാർക്ക് ഇങ്ങനെ നല്ല നല്ല സാധനങ്ങൾ കാണുമ്പോഴത്തേനും വാങ്ങിച്ച് അവരുടെ മക്കൾക്ക് കൊടുക്കണം എന്നുള്ളൊരു മൈൻഡുണ്ടല്ലോ. അങ്ങനെ എൻ്റെ അമ്മയ്ക്കും അങ്ങനത്തെ ഒരു മൈൻഡുണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ എനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് അമ്മ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചുകൊണ്ടെന്ന് വെച്ചാൽ കമ്മലാണ്. അപ്പോൾ ഒരു ഫങ്ഷൻസൊക്കെ വരുമ്പോഴത്തേനും ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ അതിന് ചേർന്ന മാല, കമ്മൽ, വള, പൊട്ട്, ചെരുപ്പ്, ഈവൻ ക്യൂടെക്സ് വരെ എനിക്ക്, നെയിൽ പോളിഷ് വരെ എനിക്കിത് ഒരുപോലത്തെ കളറിലൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ അമ്മമാർ നമ്മളങ്ങനെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അതുപോലെയാണ് ഇങ്ങോട്ടേക്ക് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അമ്മയ്ക്ക് കമ്മലായി. എനിക്ക് എപ്പോഴും കമ്മലുകൾ ഇങ്ങനെ വാങ്ങിച്ചു തരാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ തന്നെ എങ്ങനെയോ നേരത്തെയൊക്കെ എനിക്ക് ആദ്യമൊന്നും ഞാനത് സൂക്ഷിക്കത്തില്ലായിരുന്നു. പിന്നെ അത് കൂട്ടി വെക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ കഴിയുമ്പോൾ നമ്മുടെ കുറേ കളറ് പോകും, പിന്നെ ചിലപ്പോൾ ചിലതിൻ്റെ ആണി പോകും. അങ്ങനെയൊക്കെയുള്ളത് ഞാൻ പിന്നെ എടുത്ത് കളയും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇതുപോലെ തന്നെ പുതിയ വരുമ്പോഴത്തേന് അതിനകത്തേക്ക് അഡീഷൻസ് ആവും. അങ്ങനെ കുറച്ച് കളക്ഷൻസ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 3-4 വർഷത്തെ. എന്നാലും ഞാൻ കുറേയൊക്കെ ഇതുപോലെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കുറേ കല്ലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടിയിലൊക്കെ ഇട്ട് വെച്ചാൽ തന്നെ കുറേ നേരം കഴിയുമ്പോൾ കല്ല് പോകും, പിന്നെ ചിലതിൻ്റെ കളറ് പോകും. അങ്ങനെ കുറേയൊക്കെ കളഞ്ഞു. പിന്നെ കുറേയൊക്കെ ഞാൻ തപ്പിയിട്ടില്ല. ഇപ്പോൾ പെട്ടെന്ന് കിട്ടിയ കുറേ സാധനങ്ങൾ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം ആദ്യം തന്നെ ഞാൻ എൻ്റെ പെട്ടി എടുക്കട്ടെ. ഇതാണ് എൻ്റെ കമ്മലിൻ്റെ പെട്ടി. കാണാവോ? നിറച്ച് കമ്മലുകളാണ്. വെച്ച് തുറന്ന് കാണിച്ചു തരാം. കാണാവോ? ഇതാണ് എൻ്റെ കമ്മൽ പെട്ടി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എത്ര ഉണ്ടെന്ന് ഞാൻ പറയാവേ. 2, 3, 4, 5, 6. 2, 3, 4, 5, 6. 6, 36 ജോഡി ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോന്നായിട്ട് കണ്ടാലോ. ഞാൻ അത് ഓരോന്നൊക്കെ വെച്ചിട്ട് കാണിച്ചു തരാം ജസ്റ്റ്. ഇത് ഫസ്റ്റ് വൺ. ഇത് ഞാൻ കഴിഞ്ഞിടയ്ക്ക് വെസ്റ്റ് സൈഡിൽ പോയപ്പോൾ ഇതുപോലെ തന്നെ ഓഫറിൽ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. അധികം വെയിറ്റ് ഒന്നുമില്ല, നല്ല അടിപൊളി സാധനമാണ്. പിന്നെ ഇത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറും ഇഷ്ടപ്പെട്ടൊരു കമ്മലുമാണ്. ഒരു ട്രഡീഷണൽ വെയറൊക്കെ ഇടുമ്പോഴത്തേനും നമുക്ക് ഇടാൻ പറ്റിയൊരു കമ്മലാണ്. ഇതെനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലോ അങ്ങനെ ഏതാണ്ട് ഓണത്തിന്, ഓഫീസിലെ ഓണത്തിന് എനിക്ക് ഈ ഒരു കളറ് ബ്ലൗസായിരുന്നു. അപ്പം 2 കൊല്ലം മുന്നേ, 3 കൊല്ലമായി തോന്നുന്നു. എന്തായാലും 2 കൊല്ലമായി കമ്മൽ. അങ്ങനെ ഞാൻ വാങ്ങിച്ച സാധനമാണ്. അപ്പോൾ ആ ബ്ലൗസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ആ ബ്ലൗസ് ഇപ്പോഴുണ്ട്, ഈ കമ്മൽ ഇപ്പോഴുണ്ട്. പിന്നെ ഇത് നമ്മൾ നോർമലി വെസ്റ്റ് സൈഡിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് 2 ഉണ്ട്. ഒന്ന് ചുമ്മാ പ്ലെയിൻ റൗണ്ട്. ഇത് വെസ്റ്റ് സൈഡിൽ നിന്നല്ല, പക്ഷേ ഇത് കുറേ വർഷമായിട്ട് എൻ്റെ ഇരിക്കണതാണ്. ഇതിപ്പോൾ വാങ്ങിച്ചത് എനിക്ക് ഓർമ്മയില്ല. ഇത് ഞാൻ ഒരിടയ്ക്ക് നമ്മുടെ മാക്സിന്നോ സ്റ്റുഡിയോയിൽ നിന്നോ അങ്ങനെ തന്നെ പോയപ്പം ജസ്റ്റ് ഇങ്ങനെ ഇടാനായിട്ട് വാങ്ങിച്ചൊരു കമ്മലാണ്. പിന്നെ ഇതെനിക്ക് ആൻറ്റി വന്നപ്പോൾ കൊണ്ടുവന്ന് തന്നെ ഇതാണ്. ഇതിൻ്റെ ഒരു 3 ഷെയ്ഡ് ഉണ്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ ഇതിൻ്റെ 3 ഷെയ്ഡ് തന്നെ ഉണ്ട്. ഈ ഒരു വൈറ്റ് ഉണ്ട്, പിന്നെ ഇതിൻ്റെ തന്നെ ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഇതിൻ്റെ ബ്ലൂ ഉണ്ട്. ഇതൊക്കെ ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇടുന്ന സാധനങ്ങളാണ് കേട്ടോ, എപ്പോഴും ഇടാറില്ല. പിന്നെ ഒരു ചെറിയ കമ്മൽ, ഒരു കുഞ്ഞി കമ്മൽ. ഇതിനൊരു വട്ടം, എന്തൊരു വലിയൊരു വട്ടവും കൂടി ഉണ്ടായിരുന്നു. അത് പൊളിഞ്ഞു പോയപ്പോൾ ഞാൻ പിന്നെ ഇതെങ്ങനെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഞങ്ങൾ എവിടെയോ ഉത്സവത്തിനോ എവിടെയോ പോയപ്പോൾ എനിക്ക് ചെയ്ത് വാങ്ങിച്ചു തന്നൊരു കമ്മലാണ്. ഇതൊന്നും ഞാനങ്ങനെ അധികം യൂസ് ചെയ്യുന്ന സാധനങ്ങളേ അല്ല കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ മീഷോയിൽ നിന്നൊക്കെ ഓൺലൈനായിട്ട് ഇടുന്ന സാധനമല്ലേ, അതാണ്. എനിക്ക് ആൻറ്റി തന്നതാണ്. ഇതിൻ്റെ ഒരു റെഡും പിന്നെ ഒരു ബ്രൗണും ഉണ്ട്. ഇത് കണ്ടോ, അങ്ങനെ 2 ഷെയ്ഡുണ്ട്.
പിന്നെ ഇതുപോലെ തന്നെ ഇതും എനിക്ക് ആൻറ്റി തന്നതാണ്. ഒരു വലിയ കമ്മൽ, വലിയ കാട്ട് കമ്മൽ. ഞാൻ ഇടയ്ക്ക് അത്യാവശ്യം വലിയ കമ്മലൊക്കെ ഇടും കണ്ടോ, നല്ല രസമുണ്ട്. ഇതിങ്ങനെ നെറ്റിച്ചുട്ടേക്ക് ആയിട്ട് വയ്ക്കുക, നല്ല കമ്മലാണ്. പക്ഷേ ഇതങ്ങനെ എപ്പോഴും യൂസ് ചെയ്യുന്നതല്ല, ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കേഷൻസൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഇതാണ് ഞാൻ വെസ്റ്റ് സൈഡിൽ പോയപ്പോൾ എടുത്ത കമ്മലാട്ടോ. അതിൻ്റെ കൂടെ തന്നെ പണ്ട് എനിക്ക് കല്യാണത്തിന് മുന്നേ ഉള്ള കമ്മലാണ്. ഇത് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഈ ഒരു കമ്മൽ ആണ് കൂടുതലും ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ 4 വർഷം കഴിഞ്ഞ കമ്മലാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതെനിക്ക് ആൻറ്റി തന്നൊരു കമ്മലാണ്. ഇത് ഇച്ചിരി ലോങ് കമ്മലാണ്, നീട്ടമുള്ള കമ്മലാണ്. കൈ പിടിച്ചിട്ട് കൈവേദന എടുക്കണം, ഇങ്ങനെ നോക്കി നോക്ക്. 2 കേട്ടോ. കണ്ടോ, ഇതുണ്ട്, നല്ല ലോങ് കമ്മലാണ്. അത്യാവശ്യം ചില ഇതിൻ്റെ കൂടെ ഞാൻ കുർത്തീസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതും കുറേ നാളായിട്ടുള്ളത്, ഇപ്പം ഞാൻ പക്ഷേ ഇതധികം യൂസ് ചെയ്യാറില്ല. ഈ കമ്മൽ നല്ല ക്യൂട്ട് കമ്മൽ, കുഞ്ഞു കമ്മൽ. പിന്നെ ഇത് കഴിയുമ്പോഴത്തേനും എൻ്റെ ഇതിനെന്തോ പറയുമ്പോൾ ഒരു പല്ലിമിഠായി പോലെ ഇരിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ ഓഫീസിൽ കളിയാക്കുമായിരുന്നു. ഇത് നല്ല രസം. അപ്പോൾ നമുക്ക് ഏത് ഡ്രസ്സിൻ്റെയും കൂടെ വേണമെങ്കിൽ ഡിഫറെൻ്റായിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. പല്ലിമിഠായി എന്ന് പറഞ്ഞാൽ കളിയാക്കാൻ. പിന്നെ ഇത് എനിക്ക് കുറേ നാളായിട്ടുള്ളൊരു കമ്മലാണ്. ഇതിൻ്റെയൊക്കെ ഇപ്പോൾ കളറൊക്കെ ചെറുതായിട്ട് പോയി തുടങ്ങി. നമുക്ക് നല്ല രസമുണ്ട്. ഇത് അത്യാവശ്യം നമുക്ക് കുറച്ച് സാരി അതുപോലത്തെ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ഗോൾഡൻ്റെ പോർഷൻസൊക്കെ ഇടുമ്പോഴത്തേന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് നല്ല രസമുണ്ട്, ഫുൾ കല്ല് വെച്ച്. ഇത് എനിക്ക് വെസ്റ്റ് സൈഡിൽ ഓഫർ വന്നപ്പം ഞാൻ പോയി പിക്ക് ചെയ്തതാണ്. ഇതെനിക്ക് അമ്മായി തന്നൊരു കമ്മലാണ്. ഇതെനിക്ക് തോന്നുന്നു കുറേ വർഷമായി. എൻ്റെ ഏട്ടയുടെ കല്യാണത്തിന് അമ്മായി എനിക്ക് തന്ന കമ്മലാണ്. എത്ര വർഷമായെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷെ നല്ല വർഷമായിട്ടുണ്ട്. ഇത് എൻ്റെ അനങ്ങാമോൾ എനിക്ക് വാങ്ങിച്ചു തന്ന കമ്മലാണ്. അനങ്ങാമോൾ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ടാണ്. അവൾ ഗുരുവായൂർ പോയപ്പോഴത്തേനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സാധനം വാങ്ങിച്ചു തന്ന കൂട്ടത്തിൽ എനിക്ക് വാങ്ങിച്ചു തന്ന കമ്മലാണ് ഇത്. പിന്നെ ഇതെനിക്ക് തോന്നുന്നു ഇത് ആൻറ്റി വന്നപ്പോൾ എനിക്ക് തന്നൊരു കമ്മലാണ്, ഒരു മജന്ത. പിന്നെ ഇത് ഞാൻ 19 രൂപയ്ക്ക്, വെറും 19 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച കമ്മലാണ്. നമ്മുടെ കോട്ടയത്തെ ഇതൊരു ഷോപ്പ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവിടെ 19 രൂപയ്ക്ക് കമ്മൽ സ്റ്റാർട്ടുണ്ടെന്ന് പറഞ്ഞ് ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ചുമ്മാ പോയപ്പോൾ എനിക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു കമ്മൽ, ഇത് ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇതധികം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പാറ്റേൺ അല്ല. ഇതെനിക്ക് ആൻറ്റി ഡൽഹിയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുതന്ന വെറൈറ്റിയാണ്. ഇടയ്ക്ക് സാരി കൊടുക്കുമ്പോൾ ഞാൻ ഇടാറുണ്ട്. പിന്നെ ഇത് ഞാൻ 59 രൂപയ്ക്ക് വാങ്ങിച്ച കമ്മലാണ്. ഞാൻ പറഞ്ഞ കോട്ടയത്ത് ആ സ്ഥലത്ത് നിന്ന് പറഞ്ഞല്ലേ, ഇത് 59 രൂപയ്ക്ക് വാങ്ങിച്ച ജിമിക്ക്. പിന്നെ ഇത് പണ്ട് എനിക്ക് അമ്മ ഏതൊരു സാരിയോ ഇത് ഡ്രസ്സ് വാങ്ങിച്ചപ്പോൾ അതിന് പറ്റിയ കളറാണെന്നും പറഞ്ഞിട്ട് വാങ്ങിച്ചെന്ന കമ്മൽ. ഇത് ഏതൊരു ഉത്സവപ്പറമ്പിൽ പോയപ്പോൾ ജിതി എനിക്ക് വാങ്ങിച്ചെന്ന കമ്മൽ. ഇതൊന്നും ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങളൊന്നും അല്ല കേട്ടോ. പിന്നെ ഇത് ഭയങ്കര ഒരു ക്യൂട്ട് കമ്മലാണ്. ഇത് ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്മൽ. ഈ കമ്മലുണ്ടോ, ഇതിങ്ങനെ ഇരുന്ന് നമ്മൾ ചെവിയെ കാട്ടുമ്പോൾ ഒരു പെണ്ണ് ഡാൻസ് കളിക്കണ പോലെ ഇങ്ങനെ തോന്നും. അത് ക്യൂട്ടല്ലേ. എന്നോട് കുറേ പേര് ഈ കമ്മലിനെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഓൺലൈനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതെനിക്ക് ആൻറ്റി ഇതുപോലെ തന്നെ എനിക്ക് കൊണ്ടു തന്നതാണ്. പിന്നെ ഇത് ഞാൻ ഏതൊരു സ്ഥലത്ത് നിന്ന് ഓഫറിന് വാങ്ങിച്ച കമ്മലാണ്. എനിക്ക് തോന്നുന്നു വെസ്റ്റ് സൈഡ് തന്നെയായിരിക്കും. പിന്നെ ഇത് എൻ്റെ ശരണ്യമോൾ എനിക്ക് വാങ്ങിച്ചു തന്ന കമ്മലാണ്. ശരണ്യ എന്ന് പറയുന്നത് എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എന്താണ്, അവൾ ബാംഗ്ലൂരിൽ പോയപ്പോൾ എനിക്ക് വേണ്ടി വാങ്ങിച്ചു തന്ന കമ്മലാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇതുപോലെ സ്റ്റുഡിയോ വെസ്റ്റ് സൈഡോ അവിടെ നിന്ന് കണ്ട് ഞാൻ വാങ്ങിച്ചൊരു ഗോൾഡൻ കമ്മലാണ്. ഇത് ഐ തിങ്ക് മാക്സാന്ന് തോന്നുന്നു, മാക്സിൽ നിന്ന് വാങ്ങിച്ച കമ്മലാണ്. ഇത് എൻ്റെ കല്യാണം കഴിഞ്ഞ ഇടയ്ക്കുള്ളതാണ്. അത് മറ്റേ മീഷോയിൽ നിന്ന് വാങ്ങിയ ഇതിൻ്റെ മറ്റേ ഇതൊക്കെ ആയിട്ടില്ല, ഒരു ചോക്കറൊക്കെ ആയിട്ട് വരുന്ന സാധനം.
പിന്നെ പിന്നെ അടുത്തൊരു കമ്മൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചതായിരിക്കണം. ഈ ഒരു ഗോൾഡൻ കമ്മൽ. പിന്നെ അതിൻ്റെ തന്നെ ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ച ഇതുപോലത്തെ ഒരു വേറെ പാറ്റേണിൽ വരുന്നൊരു കമ്മൽ. പിന്നെ കഴിഞ്ഞ 2 കാണിച്ചില്ലായിരുന്നു, ഓഫറിന് കോട്ടയത്ത് നിന്ന് വാങ്ങിച്ചതാണ്. സെയിം അതിൻ്റെ തന്നെ ജിമിക്കാണ്. ഇതിന് 69 രൂപയും കണ്ടു. അത് ഈ ലോട്ടസ് ജിമിക്കാണ്. ഇത് ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു, ഇപ്പോഴും ട്രെൻഡിങ് ആവുന്നില്ല. ഇതെനിക്ക് കുറേ വർഷമായിട്ടുള്ള ഒരു കമ്മലാട്ടോ. ഒരു 6-7 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. മേ ബി ഒരു 10 ആയിട്ടുണ്ടാവണം, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എനിക്ക് കല്യാണത്തിന് മുന്നുള്ളതാണ്. ഇത് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ മാച്ചായി പോകുന്ന കാരണം ഞാൻ എപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പെട്ടി തീർന്നു. പെട്ടിയുടെ സംഭവം നമുക്ക് മാറ്റാം. ഇത് എൻ്റെ കുഞ്ഞു പെട്ടിയാണ്. ഇങ്ങനെ ഞാൻ എല്ലാം എടുത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും കേട്ടോ. ഇതെല്ലാം സിൽവർ കളർ കമ്മലാട്ടോ. ഇതുണ്ടോ, നല്ല സിൽവർ കളർ ഒരു കമ്മൽ. ഇത് അത്യാവശ്യം എല്ലാത്തിൻ്റെ കൂടെ പോകുന്ന ഇത് അത്യാവശ്യം നല്ല പഴക്കമുള്ള കമ്മലാണ്. സിൽവർ കളർ കമ്മൽ. ഇത് കല്യാണത്തിന് മുന്നേക്കുള്ളതാണ്, നല്ല പഴക്കമുണ്ട്. പിന്നെ ഇത് ലേറ്റസ്റ്റ് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ പ്രാവശ്യം കണ്ട് ഓണത്തിന് ഞാൻ സിൽവർ തീമിൽ ചെയ്ത്, അപ്പം അന്ന് വാങ്ങിച്ചൊരു കമ്മലാണ്. ഇതിന് പക്ഷേ അധികം വെയിറ്റ് ഇല്ല. പക്ഷേ ഈ കമ്മലിന് ഒടുക്കത്തെ വെയിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെവി ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റി വയ്ക്കും. പിന്നെ ഞാൻ ഓൺലൈനിൽ കണ്ടിട്ട് മലയാളത്തിൻ്റെ ഒരു ഇത് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ച കമ്മലാണ് ഇത്. പക്ഷെ എനിക്കിത് ഒരു പ്രാവശ്യം കാണാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ബാക്കിലത്തെ സാധനം ഒടിഞ്ഞു പോയി. അപ്പോൾ ഞാൻ ചുമ്മാ എനിക്കിത് കമ്മൽ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചോന്നേ ഉള്ളൂ. അങ്ങനെ ആ പെട്ടി തീർന്നു. ഇനി അടുത്ത പെട്ടി. ഇങ്ങനെ ഇഷ്ടംപോലെ പെട്ടികളുണ്ട് ഉള്ളത് കൊണ്ട് അടുത്തൊരു കുഞ്ഞിപ്പെട്ടി. ഇത് ഈ ഇടയ്ക്ക് ഞാൻ വാങ്ങിച്ചത് എൻ്റെ ഒരു ബ്രൗൺ ഡ്രസ്സ് ഇടാൻ വേണ്ടി. നല്ലൊരു കമ്മലാട്ടോ. ഇനി കൊണ്ട് ഞാൻ ഓർക്കുന്നില്ല. ഇത് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ കമ്മലാണ്. ഇതും ഒരു 3-4 വർഷമായിട്ടുണ്ട്. പക്ഷെ നല്ല കമ്മലൊരു ഇതിൻ്റെ മാലയും കമ്മലും നെറ്റിച്ചുട്ടിയും ഒക്കെ ആയിട്ട് ഒരു സെറ്റ് വരുന്നതാണ്. നല്ല കമ്മലല്ല, ഇതിട്ട് കഴിഞ്ഞാൽ നല്ല രസം കേട്ടോ. ഇച്ചിരി വെയിറ്റ് ഉണ്ട്, ബട്ട് സംഭവം എനിക്കിഷ്ടമാണ്. പിന്നെ അടുത്ത പെട്ടി. ഇതൊന്നും ഞാൻ പൊട്ടിച്ചിട്ട് പോലുമില്ല കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ സുഡോയിൽ നിന്ന് വാങ്ങിക്കണ കുഞ്ഞു കമ്മലുകൾ. പിന്നെ ഇതുപോലെ വെസ്റ്റ് സൈഡിൽ നിന്ന് ഞാൻ പണ്ട് വാങ്ങിച്ച കുറേ ഇതൊക്കെ ഞാൻ എടുത്തു, ഇപ്പോഴും എടുക്കാത്ത കുറച്ച് കമ്മലുകൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ ലേറ്റസ്റ്റ് വാങ്ങിച്ചത് നോക്കൂ, നല്ല രസമുണ്ടല്ലേ. നമ്മുടെ നല്ല ഭംഗിയുള്ള ശംഖൊക്കെ വെച്ചിട്ടുള്ള നല്ല ക്യൂട്ട് കമ്മലുകൾ. ഇത് ഞാൻ ഈ ലേറ്റസ്റ്റായിട്ട് വാങ്ങിച്ച കേട്ടോ. ഇത് രണ്ടും ബീച്ച് വൈബിനൊക്കെ പറ്റിയ വേറൊരു കമ്മൽ. ഇത് ഞാൻ ഇട്ടിട്ട് പോലുമില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വാങ്ങിച്ച വേറെ 2 കമ്മൽ. ഇതിപ്പോൾ ഞാൻ ടോട്ടൽ എണ്ണിയിട്ടില്ല എത്ര കമ്മലൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് കുറേ കുഞ്ഞു ഞാൻ എടുത്ത് ഇതിനകത്ത് കുറേ പിന്നുകളാണ്. സംഭവം മാറിപ്പോയി. എടുക്കട്ടെ. ഇതിനകത്ത് 2 ഒരേപോലെ ഇരിക്കുന്നതന്നെ. ഇതിനകത്ത് കുറച്ച് മോതിരം വയ്ക്കാം, അതൊക്കെ മാറ്റിയിട്ടെ. ഈ കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കമ്മലാണ്. നല്ല കമ്മൽ തന്നെ. കൂടുതലും ഞാനിപ്പം ഓഫേഴ്സിൽ വാങ്ങിക്കാം കേട്ടോ. ഇപ്പം ഞാൻ അധികം പുറത്ത് പോയി അമ്പലപ്പറമ്പിലൊക്കെ പോയി വാങ്ങിക്കുന്നത് ഞാൻ നിർത്തി കുറേയൊക്കെ. ഇതൊക്കെ ഈ സുഡുവിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞ് ലവ് ചിഹ്നം, പിന്നെ ഇങ്ങനത്തെ നീട്ടമുള്ളത് ഇല കണ്ടോ, പിന്നെ ഇങ്ങനെ പൂവ്, പിന്നെ എന്താ പറയുക. സോ ഏകദേശം എൻ്റെ കമ്മൽ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ വെച്ചാൽ ഇനിയുണ്ട്. എൻ്റെ അലമാരിക്കകത്ത് അവരുടെയും കണ്ടൊക്കെ വേറെ കിട്ടിപ്പുണ്ട്. പക്ഷെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റിയ ഇത്രയും കളക്ഷൻസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.